ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി വേഴ്സസ് പാസ്റ്റ് എനർജിയാണ്. അവർക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു മനോഭാവം എന്താണ്, അതുപോലെ നേരത്തെ എന്തായിരുന്നു, എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ ഇത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസ്നേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസ്നേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പാസ്റ്റിലുള്ള അവരുടെ ഒരു നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു, ആ ഒരു എനർജിയാണ് നോക്കാനായിട്ട് പോകുന്നത്. Nine of Cups, the World, Page of Wands, the Wheel, King of Coins, Hierophant, Lovers, Nine of Coins, Five of Cups, Four of Wands, Ace of Cups, Queen of Cups, Seven of Cups and High Priestess. നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പാസ്റ്റ് എനർജിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ കൂടിയും ഇവിടെ ഈ ഒരു പേഴ്സൺ വളരെ മെച്വറായിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നോക്കിക്കണ്ടിരുന്നത്. തീർച്ചയായിട്ടും നമ്മളിവിടെ നോക്കുമ്പോൾ മാഗ്നറ്റിക് അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ കൂടിയും ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ഒരു ഹൈ ലെവലിൽ കണ്ടിട്ടുള്ള ഒരു പേഴ്സണാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ ഈ ഒരു പാസ്റ്റ് എനർജി അല്ലെങ്കിൽ ഒരു ഇനിഷ്യൽ എനർജിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലായിട്ടും ഒരു പാഷനേറ്റ് ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു എടുത്തിയാട്ടം കാര്യങ്ങളായിരിക്കും കൂടുതലും കാണാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഏത് തരത്തിലുള്ള കണക്ഷനുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആ വ്യക്തി നല്ലതുപോലെ ആലോചിച്ചെടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീപ്പ് ബോണ്ടിങ് എന്ന് തന്നെ പറയാം. അതിനകത്ത് ഒരുപാട് അവർ മനസ്സിരുത്തി അല്ലെങ്കിൽ വളരെ ലോജിക് വൈസ് ആയാലും എല്ലാ തരത്തിലാണെന്നുണ്ടെങ്കിലും ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ വളരെ മെച്ചുറായിട്ട് കണ്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല ഈ ഒരു ടൈം പീരീഡിൽ അവർ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവാം. ചിലർ കമ്മിറ്റ്മെൻറ്റ് ഓഫർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, കമ്മിറ്റ്മെൻറ്റിലൂടെ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കൂടി ആയിരിക്കും. അത് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിൽ ഡിഫറൻസസ് ഉള്ള വ്യക്തികളായിരിക്കാം, പക്ഷേ എങ്കിൽ കൂടിയും അതിനൊക്കെ ഒരു സൊല്യൂഷൻ ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പ്, ഇപ്പോൾ ഒരു കപ്പിൾ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് റിലേഷൻഷിപ്പാണ് എടുക്കുന്നതെങ്കിൽ പോലും ചിലപ്പോൾ ഒരാൾ കുറച്ചൊന്ന് ബാക്കിലേക്ക് നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ഈ പറഞ്ഞതുപോലെ ഡിഫറൻസസ് വരുമ്പോൾ ഇത് വർക്ക് ആവുമോ, അല്ലെങ്കിൽ ഇതിനകത്ത് ബുദ്ധിമുട്ട് വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു ആങ്സൈറ്റി ഒരു വ്യക്തിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും മറ്റേ വ്യക്തിയുടെ കയ്യിൽ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ ഈ ഒരു പേഴ്സൺ തന്നിട്ടുണ്ടാവണം. അത്രയും അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ നോക്കി കണ്ടിരുന്നു. ഒരു ഡീപ്പ് ബോണ്ടിങ് അല്ലെങ്കിൽ നമ്മൾ ഒരു സോൾമേറ്റ് ലെവൽ എനർജി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആ ഒരു ഇൻറ്റിമസി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കണ്ടിരുന്നു എന്നുള്ളതാണ്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഹൈലി ഇമോഷണലായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ അത്രയധികം ഒരു ഇമോഷണൽ ബോണ്ടിങ് നിങ്ങളോട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അതിന് ശേഷമേ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു വളരെ തീവ്രമായിട്ടുള്ള ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും
വളരെ കാര്യമായിട്ടുള്ള ഒരു ആത്മബന്ധം നിങ്ങളോട് തോന്നിയിട്ടുള്ള പേഴ്സണാണ്. നിങ്ങളെ ഒരുപാട് ഈ ഒരു വ്യക്തി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളും തിരിച്ച് ഈ പറഞ്ഞ പോലെയുള്ള ഒരു സപ്പോർട്ടീവ് പേഴ്സണ് കൊടുത്തിട്ടുണ്ടാവാം. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കപ്സിൻ്റെ എനർജി ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഈസ് ഓഫ് കപ്സ്, നയൻ ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് കപ്സ്, ഈ പറഞ്ഞ പോലെ സെവൻ ഓഫ് കപ്സ്. അപ്പോൾ അതായത് അത്രയധികം ഇമോഷൻസ് നിങ്ങളോട് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളോട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അവരെ സംബന്ധിച്ച് ഈ ഒരു കണക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇനി ഇതിനപ്പുറത്തേക്ക് എനിക്ക് വേറെ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ദി ബെസ്റ്റ് എന്ന് കാണുന്ന തരത്തിലാണ് ആ വ്യക്തി കണ്ടിട്ടുള്ളതെന്നാണ്. അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നോ, അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ ഒരു കപ്പിൾ ടൈപ്പ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു പാർട്ട്ണർ ഉണ്ടാവുന്നോ പോലും ആ ഒരു പേഴ്സൺ തോന്നിയിട്ടുണ്ടാവണമെന്നില്ല. ഇതാണ് എൻ്റെ ഫൈനൽ, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ പെർഫെക്റ്റ് ചോയ്സ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള തരത്തിൽ ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ കണ്ടിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അവരുടെ ലൈഫിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അതെല്ലാം സെക്കൻഡറി ആയിട്ട് പോയിരുന്ന ഒരവസ്ഥയാണ്. ഒരു പ്രൈമറി, അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് തന്നിരിക്കുന്നത്, ആ ഒരു സിഗ്നിഫിക്കൻറ്റ് പ്ലേസ് തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ആ ഒരു ലൈഫ് ലോങ് ഉള്ള ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ലൈഫ് ലോങ് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചൊരു കണക്ഷനായിട്ട് തന്നെ നമുക്ക് കാണാം. ഇപ്പോൾ ചില ബന്ധങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട്, ഇതെന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു കോൺഫിഡൻസ് പോലും ഉണ്ടാവും. ഈ ഒരു പാറ്റേണിന് ഒരിക്കലും ഒരു മാറ്റം വരില്ല, ഇതുപോലെ തന്നെ ഞങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകും എന്നൊക്കെയുള്ളൊരു വിശ്വാസം, അല്ലെങ്കിൽ പ്രതീക്ഷ, അല്ലെങ്കിൽ ആഗ്രഹമൊക്കെ തോന്നിയിട്ടുള്ള തരത്തിലുള്ളൊരു കണക്ഷനായിട്ട് തന്നെ നമുക്കത് തീർച്ചയായും കാണാം എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് കുറച്ചധികം നാളുകളായിട്ട് നിങ്ങളുടെ ലൈഫിലുള്ള വ്യക്തിയാണ്. അല്ലാണ്ട് റീസെൻ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു കണക്ഷനോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ഒരു റിലേഷൻഷിപ്പോ ആയിരിക്കണം എന്നില്ല. ഒരുപാട് നാളത്തെ പരിചയം ചിലപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല ഇൻ കേസ് ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയാലോ എന്ന് ഓർത്ത് പോലും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ പേടിച്ചിട്ടുണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് പോലും ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യത്തിലൂടെ ആയിരിക്കണം ഈ പേഴ്സൺ പോയിട്ടുണ്ടാവുന്നത്. അപ്പം അങ്ങനെയുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് കാണാം. വളരെ സ്ട്രോങ് ആയിട്ട് പോയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും ബോണ്ടിങ് ഉള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരുപാട് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അതെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ എൻജോയ്മെൻ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, സെലിബ്രേഷൻസിൽ പങ്കെടുത്തിട്ടുണ്ടാവാം. അപ്പോൾ അത്രയും ആ ഒരു നല്ല മുഹൂർത്തങ്ങൾ ചിലവാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സൺ അവർ അർഹിക്കുന്ന, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റെസ്പോൺസ് കൊടുത്തില്ലെങ്കിൽ പോലും ചിലപ്പോൾ അവർ വളരെയധികം ഒറ്റപ്പെട്ടു പോവുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സന്ദർഭം കൂടി ഒക്കെ അതിനകത്ത് ഉണ്ടാവണം. ചിലപ്പോൾ നിങ്ങൾ കൂടുതലും അതിനകത്തേക്ക് ഫോക്കസ് കൊടുക്കുന്നില്ല, ചിലപ്പോൾ ആ ഒരു സമയത്ത് അവരായിരിക്കാം കൂടുതൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു ശ്രദ്ധ കുറയുന്നു എന്നോ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഒരു സെൽഫ് തിങ്കിങ്ങിലേക്ക്, അല്ലെങ്കിൽ സെൽഫ് ലവ് ചെയ്ത് പോകുന്നു എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലും ഒരുപാടൊരു ലോസ് ഫീലിംഗ്, വിഷമം, കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളെ അത്രത്തോളം മിസ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്കൊരു റിലേഷൻഷിപ്പിനകത്തൊരു മിസ്സിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മളുടെ ഒരു തോട്ടായിരിക്കും, ഇനി ഈ ഒരു പാറ്റേണിൽ നിന്ന് ഒരു മാറ്റം സംഭവിക്കുമോ എന്ന് ഓർത്ത് പോലും ഒരു കുഴപ്പമില്ലാതെ പോകുമായിരിക്കും, പക്ഷെ പേടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതെന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനോട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോടുള്ള ഒരു ആത്മാർത്ഥത കൊണ്ടാണ്. അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാൻ പോലും കഴിയില്ലാത്ത അത്രയും മാനസികമായിട്ട് അതിനോടുള്ള ഒരു അടുപ്പം കൊണ്ട് തോന്നുന്നതാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണൽ വൈസ് ആണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയെ കൊണ്ട് ഒരുപാട് ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ടാവണം. ചിലപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ ഒരുപാട് നിങ്ങളെ ആശ്വസിപ്പിച്ചിട്ടുണ്ടാവാം, സന്തോഷിപ്പിച്ചിട്ടുണ്ടാവാം. ഒരുപാട് നല്ല മുഹൂർത്തങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവാം. അത്തരത്തിലുള്ള ഒരു ഇമോഷണൽ എൻജോയ്മെൻറ്റ് വളരെ കാര്യമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു. മാത്രമല്ല ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ അവർക്ക് ചിലപ്പോൾ ഇതൊരു ഒരു മായിക ലോകത്ത് ചെന്ന് പെട്ട പോലെയുള്ള ഒരു ഫീലിങ്ങോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇതായിരുന്നില്ലേ ഞാൻ കാത്തിരുന്നതെന്നൊക്കെ നമുക്ക് ചില റിലേഷൻഷിപ്പിൽ തോന്നും. അല്ലെങ്കിൽ നമ്മൾ ചില സ്റ്റേജിൽ പലരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ആഗ്രഹിച്ചതിലും എത്രയോ നല്ലതാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഇത്രയൊന്നും ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ അതിലും എത്ര നല്ലൊരു പേഴ്സണെയാണ് എൻ്റെ ലൈഫിലേക്ക് വന്നത് എന്നുള്ള രീതിയിൽ ഒരുപാട് സ്വപ്നം കാണുന്ന അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെ കാണാം. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ അവരുടെ ആ ഒരു ഇഷ്ടവും കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. കുറേ നാൾ അവരത് ഹിഡനായിട്ട് മനസ്സിൽ സൂക്ഷിച്ച ശേഷമായിരിക്കാം നിങ്ങളോടത് വെളിപ്പെടുത്തിയിട്ടുണ്ടാവുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു എനർജി, ഒരു സീക്രട്ട് ക്രഷ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാം. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു
ഡീപ്പായിട്ടുള്ള ഒരു സോൾ കണക്ഷൻ അല്ലെങ്കിൽ ഒരു ആത്മബന്ധം നിങ്ങളോട് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ ആ ഒരു പേഴ്സൺ നിങ്ങളെ മനസ്സുകൊണ്ട് എത്രത്തോളം സ്നേഹിച്ചു അത്രയും ചിലപ്പോൾ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവണമെന്ന് പോലുമില്ല. കുറേ കാര്യങ്ങൾ അവരുടെ മനസ്സിനകത്ത് തന്നെ പോലും വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കംപ്ലീറ്റ്ലി നിങ്ങളോട് കാണിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടാവണമെന്ന് പോലും ചിലപ്പോൾ ഇല്ല. കാരണം അത്രത്തോളം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് എനർജിയിൽ ആ ഒരു വ്യക്തി നിങ്ങളെ മനസ്സിൽ സൂക്ഷിച്ച് മനസ്സിൽ കൊണ്ട് നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ വളരെ മെച്യൂറായിട്ട് കണ്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ചിലവർക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇനി നമുക്ക് കറൻറ്റിലെ എനർജി എങ്ങനെയാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ളത്, ഈ പറഞ്ഞ എനർജീസൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ, എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാം. The moon, two of wands, knight of swords, four of cups, six of pentacles, death, hermit, seven of cups, six of swords, seven of pentacles, hierophant, nine of cups, 10 of cups, seven of wands, queen of pentacles, eight of swords, and knight of wands. നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നേരത്തെ എടുത്ത ആ ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റിലുള്ള എനർജി ആയിട്ടുള്ള ആ ഒരു ഡിഫറൻസസ് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ സ്പ്രെഡിലെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, അവിടെ ഒരുപാട് വികാരങ്ങൾ അല്ലെങ്കിൽ സമ്മിശ്രമായിട്ടുള്ള വികാരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വളരെയധികം കൂടുതലായിരുന്നു. സത്യം പറഞ്ഞ ഒരു റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വരുമ്പോഴാണ് അതൊന്നും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് സഹായിക്കുന്നത്. മറ്റു പല കാര്യങ്ങളും ചിലപ്പോൾ പെട്ടെന്ന് വന്നു പെട്ടെന്ന് പോയി എന്ന് പറയുന്ന പോലെ മാറി പറഞ്ഞു പോയേക്കാം. അധികം ആയുസില്ലാത്ത രീതിയിൽ പല വികാരങ്ങൾ ഈ പറഞ്ഞ പോലെ കയറി ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്കൊരു വ്യക്തിയോടൊരു ഇമോഷണലി ഉള്ളൊരു കണക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വേറെ ഒന്നുമില്ല. വേറെ പല കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഒരു വ്യക്തിയെ പ്ലീസ് ചെയ്യിക്കുന്ന രീതിയിൽ ചിലപ്പോൾ ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ ഫിസിക്കലിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ കരിയർ വൈസോ ട്രഡീഷണലിയോ ഒന്നും ചിലപ്പോൾ പറയാൻ പങ്കാളിയുടെ അടുത്ത് വലിയ മെച്ചമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കണ്ണി നമ്മളെ അവിടെ പിടിച്ചു നിർത്തുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇല്ല എന്നല്ല, പക്ഷെ നേരത്തെ അത്രയും ആ ഒരു പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന തരത്തിൽ അവിടെ നമ്മൾ നോക്കിയപ്പോൾ ഈ ഒരു പേഴ്സൺ ഏത് തരത്തിലാണ് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കണ്ടിരുന്നതെന്നുള്ളത് നമ്മൾ വ്യക്തമാക്കിയതാണ്. അപ്പം അത്രയേറെ ഒരു ഹൈ എനർജി ആയിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇല്ലെന്ന് ഓർത്തു കഴിഞ്ഞാൽ പോലും വളരെ വിഷമിച്ചിട്ടുള്ള ഒരു പേഴ്സണാണ്. അങ്ങനെ ഉണ്ടാവാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. എന്നാൽ അതേ വ്യക്തിക്ക് നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ടിങ് എനർജിയിൽ തന്നെ കാണാം ആ ഒരു മൂൺ എനർജിയാണ് വന്നിട്ടുള്ളത്. അതായത് ഹൈലി ഒരു കൺഫ്യൂഷൻ, ആങ്സൈറ്റി, ഫിയർ എല്ലാം കലർന്നിരിക്കുന്ന ഒരു ഭാവത്തിലാണ് ആ ഒരു പേഴ്സൺ ഉള്ളതെന്നാണ്. നിലവിൽ ഈ ഒരു വ്യക്തി ക്രോസ് റോഡിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അവർക്ക് ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ എന്താണെന്നുള്ളൊരു ക്ലാരിറ്റി കുറവുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യണം, എങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്നറിയാത്ത ഒരു സ്റ്റേജ് ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ നോ കോൺടാക്റ്റ് ആയിരിക്കാം, ലെസ് കോൺടാക്റ്റ് ആയിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും നേരത്തെ നമ്മൾ കണ്ട അത്രയും മികച്ച് നിൽക്കുന്ന എനർജി അല്ല ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നമുക്കിവിടെ വളരെ വിസിബിളാണ്. ചിലപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു തീരുമാനം ഈ പേഴ്സൺ എടുക്കേണ്ടുന്ന ഒരു സാഹചര്യമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളതിപ്പോൾ.
അല്ലെങ്കിൽ അവരങ്ങനെയുള്ളൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കുഴഞ്ഞു മറിയാൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടാൻ ഒക്കെ സാധ്യതയുള്ള ഒരു സമയം കൂടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കാണുന്നത് പോലെ തന്നെ മാനസികമായിട്ട് ആ ഒരു വ്യക്തിക്ക് ഒരുപാടൊരു നല്ല രീതിയിലുള്ളൊരു പിരിമുറുക്കം ഈ റിലേഷൻഷിപ്പിനെ ആലോചിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ആക്ഷനും കാണാം. എന്നാൽ ഇവിടെ വളരെ പാസീവ് ആയിട്ടുള്ള ഒരു ആക്ഷനും കാണാം. അതായത് അവർക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ത്വര ഉള്ളത് പോലെ തന്നെ അവരത് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അതൊന്ന് ഇമോഷൻസ് വിഡ്രോ ചെയ്ത് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും കാണാം. അപ്പോൾ ഒരു നോ കോൺടാക്റ്റിലൊക്കെ പോകുന്നവരായിരിക്കാനാണ് കൂടുതൽ സാധ്യത നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് പണ്ട് നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ ഒരു തരത്തിൽ പോകാനായിട്ടൊക്കെ ഉള്ളൊരു ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. പക്ഷെ അവർക്ക് നിലവിലത്തെ അവരുടെ ഒരു സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ കൊണ്ടായിരിക്കാം ആ ഒരു പേഴ്സൺ ഒരു ട്രാപ്പിലായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു സെൽഫ് ഇമ്പോസ്ഡ് ലിമിറ്റേഷൻസ് നമ്മൾ പറയുന്ന പോലെയുള്ള കാര്യമായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു കൈകാല് കെട്ടിയിട്ടൊരവസ്ഥ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇടത്തേക്ക് പോകണോ വലത്തേക്ക് പോകണോ, ഞാൻ എന്ത് ചെയ്യണം, എന്താണ് ഈ അവസരത്തിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ എടുക്കേണ്ടുന്ന ഒരു തീരുമാനം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഈ പേഴ്സണുണ്ട്. ഇവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഈ പേഴ്സൺ ചില കാര്യങ്ങൾ അവസാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചില മാറ്റം വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നേരത്തെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവണം എന്നുള്ള ഒരു തീവ്രമായിട്ടൊരു ആഗ്രഹം നമുക്ക് കാണാം. എന്നാൽ അവരതിനായിട്ട് കുറച്ചൊരു സമയമെടുത്ത് ചിന്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു സ്പേസിലേക്ക് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു എനർജിയും കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളോട് ഏത് തരത്തിലാണ് പെരുമാറിയിരുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഡീപ്പായിട്ടാണ് അവർ ഈ ഒരു കണക്ഷനെ കണ്ടത് എന്ന് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പേഴ്സൺ ഈ ഒരു മാറ്റം വരിക എന്ന് പറയുമ്പോൾ നിങ്ങളത് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ അത്രയും ഒരു സ്നേഹവും ഇഷ്ടവും താല്പര്യവും എല്ലാം നിങ്ങളോട് കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുള്ള ഒരു പേഴ്സൺ ഇപ്പോൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ അവർക്കൊരു ഉത്തരം കിട്ടാതെ പോലെ നിൽക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സംഗതിയും കൂടിയാണ്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ശാന്തമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ആലോചനയിലാണ് ആ ഒരു വ്യക്തി ഇപ്പം മുന്നോട്ട് പോകുന്നത്. അവർക്കറിയില്ല ഏത് മാർഗത്തിലൂടെ പോയാലാണ് ഇതൊന്ന് നോർമലി അല്ലെങ്കിൽ വളരെ ശാന്തമായിട്ടത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക എന്നുള്ളൊരു അറിവ് ഈ പേഴ്സൺ കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവരൊരു പ്രതീക്ഷ വെക്കുന്നുണ്ട്. കാരണം അവർക്ക് തന്നെ അറിയാം അവരൊരുപാട് ഇൻവെസ്റ്റ് ചെയ്ത റിലേഷൻഷിപ്പായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അവരൊരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും അത്രയേറെ ഈ ഒരു പേഴ്സൺ ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സ്ട്രഗിളിന് മാറ്റം വരും എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്ക് നല്ലതുപോലെ ഉണ്ട്. എവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആ ഒരു കാര്യമാണ്. നിങ്ങൾ ഒരുമിച്ചുള്ള ആ ഒരു സന്തോഷകരമായിട്ടുള്ള സമയം ഉണ്ടാവും. അല്ലെങ്കിൽ അവരിപ്പോൾ അവരുടെ ലൈഫിൽ അനുഭവിക്കുന്ന സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെയുള്ള ഒരു കൺഫ്യൂഷനിലൊക്കെ അവർ നിൽക്കുന്നത്. അതിനൊരു മാറ്റം വരും. കാരണം ഇത് അത്രയേറെ എനിക്ക് കൈവിട്ട് കളയാൻ പറ്റാത്തതാണ് അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു സംഗതിയാണ്. അതങ്ങനെ എന്നെ വിട്ട് പോവില്ല എന്നുള്ളൊരു തോന്നലാണ് അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ആ ഒരു ഹോപ്പ് അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഈ ഒരു ചിന്ത അവർ നിങ്ങളെ അറിയിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. ഇനിയിപ്പോൾ ഓൺ ആൻഡ് ഓഫിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും അവരത് നിങ്ങളോട് തുറന്ന് പറയുന്നില്ല. ആ ഒരു മാനസികാവസ്ഥയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബാരിയർ കാണാം അല്ലെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് അത് പല കാര്യങ്ങളും പറയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. എങ്കിലും മാനസികമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി വേണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം കാര്യങ്ങൾ ഈ പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. പക്ഷെ അതവർ തുറന്ന് പറയാത്തത് നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള അവരുടെ ഒരു സ്റ്റക്നെസ് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവർ എന്ത് ആക്ഷനാണ് എടുക്കുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം. ആക്ഷൻ എടുക്കാനായിട്ട് ഒരുപക്ഷെ നിങ്ങൾ പ്രേരിപ്പിക്കുന്ന വ്യക്തിയായിരിക്കാം. അപ്പോൾ അതിനൊക്കെ കഴിയാത്തതുകൊണ്ടായിരിക്കാം അവരൊരു പൊടിക്ക് മാറി നിൽക്കുക എന്ന് നമ്മൾ പറയുന്നത് പോലെ നിൽക്കുന്നത്. നമ്മൾ പല റീഡിങ്ങിനകത്ത് പറയുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ ഉത്തരമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ പലതും ഒരു ക്ലാരിറ്റി ഇല്ലാതെ വരുമ്പോൾ ചിലവർ സ്വീകരിക്കുന്ന ഒരു മാർഗ്ഗമാണ് മൗനമായിട്ടിരിക്കുക അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഇട്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ചിലവരത് കൂടുതലൊരു വഴക്കിലേക്കോ കാര്യങ്ങളിലേക്കോ പോവണ്ട എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ പോവാറുണ്ട്. ചിലർക്ക് ഈ പറഞ്ഞതുപോലെ ഉത്തരമില്ലാത്തത് കൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഈഗോ ഹേർട്ട് ആവാതിരിക്കാൻ ഒക്കെ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന എനർജി ആണെന്നുണ്ടെങ്കിൽ ഇതാണ്. അപ്പോൾ സ്റ്റക്നെസ് ആണെന്നുണ്ടെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതി ആ വ്യക്തിക്കുണ്ട്. അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ പോലും അവർ ചിന്തിക്കുന്നുണ്ട്
ഇപ്പോൾ ഇങ്ങനെയുള്ള അവർക്കൊരു പ്രതിബന്ധമുണ്ട്, അല്ലെങ്കിൽ അവരെവിടെയോ കുടുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ്. എങ്കിലും അതിനകത്ത് ഒരു ആക്ഷൻ എടുത്തേ മതിയാവൂ എന്നുള്ള ഒരു ചിന്താഗതിയുണ്ട്. പക്ഷെ അത് ഓപ്പണായിട്ട് നിങ്ങളോട് പറയാത്ത ഒരു മാനസികാവസ്ഥയും നമുക്കിവിടെ കാണാം. കാരണം ഒരു 100/100% ക്ലാരിറ്റി ഈ പേഴ്സൺ ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് അവരിങ്ങനെ പരിഭ്രാന്തിപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്താണെന്നുണ്ടെങ്കിലും ആ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത്. പിന്നെ ചിലരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവർക്ക് തന്നെ ഒരു സമയപരിധി ഇപ്പോൾ നിങ്ങൾക്ക് തരാനോ, അല്ലെങ്കിൽ ഇത്ര നാൾക്കുള്ളിൽ എനിക്കിത് ഓക്കെ ആക്കാൻ പറ്റുമെന്നോ പറയാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കാം. അപ്പോൾ നിലവിലുള്ള അവരുടെ ഒരു എനർജി ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഇമോഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷയുണ്ട്, കാര്യങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമൊക്കെ അവർക്കുണ്ട്. പക്ഷേ എന്നാൽ വളരെ സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ അതിനായിട്ട് നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് നിൽക്കുന്ന ഒരു എനർജി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അവരാകെ ഒരു മൗഢ്യം, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ നിലവിലുള്ള ഒരു സാഹചര്യവും മോശമായിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ ഒരു തരത്തിൽ പോകുന്നത്. പക്ഷേ ഉള്ളിൽ ആത്മബന്ധം സൂക്ഷിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ പുറമെ അവരൊന്നും എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് എത്ര പേർക്ക് റെസൊനേറ്റ് ആവുമെന്നുള്ളത് അറിയില്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു പാസ്റ്റിൽ ഇപ്പോഴത്തെ എനർജി നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഇത് റെസൊനേറ്റ് ചെയ്യുന്നതാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് നിങ്ങൾ ആഗ്രഹിക്കാനാണ് 99% ചാൻസ്. പിന്നെ ഒരു 1% വ്യക്തികൾ ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഹേർട്ട് ആവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട്, റീകൺസിലേഷനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.